കോർലായി എന്ന മനോഹരമായ ഒരു ദ്വീപ് ഗ്രാമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഈ ഭൂമിയുടെ പരിശുദ്ധത പോലെ തന്നെയാണ് ഏകദേശമൊക്കെ ഇവിടുത്തെ നാട്ടുകാരും എന്നാണ് തോന്നുന്നത്. കാണുമ്പോൾ നല്ല സംസാരവും നല്ല പെരുമാറ്റവും എന്നെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു. നാല് ഭാഗം പുഴയാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. നല്ല അധികം ചൂടുമില്ല, എന്നാൽ തണുപ്പുമില്ല. അങ്ങനെയുള്ള ഒരു സുന്ദരമായ സ്ഥലം. നല്ല ഫലവൃക്ഷമുള്ള ഭൂമിയാണിവിടെ. റംബൂട്ടാനൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണാം. ഭൂമി, നല്ല സുന്ദരമായ ഗ്രാമം. നാല് പാടും പുഴയാണ്, പുഴയാൽ ചുറ്റപ്പെട്ട സ്ഥലം. ഇവിടെ കുറച്ച് കുടുംബശ്രീ തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും സുന്ദരമായ സ്ഥലം. എന്താന്ന് ചേച്ചി, പണിയെടുക്കുന്നുണ്ടാ? നമ്മളതിലൊന്നും എടുക്കുന്നില്ലല്ലോ. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ആ ചേച്ചി എന്നെ അറിയുന്നതാണ്. അവർ എന്നോട് കുശലം ചോദിച്ചതാണ് കേട്ടത്. ഇവിടെ അത്യാവശ്യം സമ്പന്നരും ഉണ്ട്. നല്ലൊരു താറുവണ്ടി ഇവിടെ കിടക്കുന്നു. നല്ല നല്ല സുന്ദരമായ വീടുകളും കാണുന്നുണ്ട്. ഗൾഫ് ഈ നാടിൻ്റെ മുഖച്ഛായയും അല്പം മാറ്റിയെടുത്തിട്ടുണ്ട്. ഗൾഫിൻ്റെ അതിപ്രസരമാണല്ലോ നമ്മുടെ നാടിൻ്റെ ഈ തെളിച്ചം. കുരുമുളകൾ കായ്ച്ചു നിൽക്കുന്നു. ഇതിൻ്റെ അകത്തും ഉണ്ട് നല്ല വണ്ടി. ഫോർച്യൂണറാണെന്ന് തോന്നുന്നു. ദ്വീപാണെന്ന് കരുതി പാവങ്ങളാണെന്ന് കരുതണ്ട. അത്യാവശ്യം നല്ല സമ്പന്നർ തന്നെയാണ് ഇവിടെയും താമസിക്കുന്നത്. ഇത് ലീഗിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. ഒരു കട അടഞ്ഞു കിടക്കുന്നു. അദ്ദേഹം ഉച്ചക്കായിരിക്കും തുറക്കുന്നത്. ഇവിടെ ഒരു LP സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ദ്വീപാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സുന്ദരമായ റോഡ്, ഹൈവേ കിടപിടിക്കുന്ന റോഡ്. ദ്വീപായാലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ നല്ല പ്രവർത്തകരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള റോഡും സൗകര്യങ്ങളും ഇവിടെ കാണുന്നു. വലിയ അഴിമതിയൊന്നും ചെയ്യാത്തവരായിരിക്കാം ഇവിടുത്തെ മെമ്പർമാർ. കാരണം അഴിമതിയാണല്ലോ നമ്മുടെ നാടിൻ്റെ ശാപം. ഒരു തെങ്ങ് കായ്ച്ചു നിൽക്കുന്നു. നല്ല ഇവിടെ കാണുന്ന എല്ലാ തെങ്ങിലും നല്ല കായ്ഫലമുണ്ട്. ഇത്രയുമേ ഉള്ളൂ ഈ കൊച്ചു ദ്വീപിനെ പറ്റി പറയാൻ. നന്ദി.